ക്രിസ്തുമസ് സന്ദേശം നൽകി തെങ്കര പുഞ്ചക്കോട് ആശ്രമത്തിലെ ഫാദർ CS സക്കറിയ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ടാണ് ഉണ്ണിയേശുവിന്റെ ജനനം. നാം ഒന്നിച്ചു നിൽക്കേണ്ട കാലത്താണ് ലോകം മുഴുവൻ കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ കാർന്നു തിന്നുന്നത്. സന്ദേശമായി ഫാദർ സക്കറിയ പറഞ്ഞു. ഉണ്ണിയേശു ഈ ലോകത്തിലേക്ക് പിറന്നു വീണ ആ നിമിഷം സമാധാനം, വലിയൊരു സമാധാനമാണ് ഈ ലോകത്തിൻ്റെ മക്കൾക്ക് ഉണ്ടായത്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ അവിടെ വലിയൊരു ആപ്തവാക്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമുക്കറിയാം, കന്നുകാലികളെ വളർത്തുമ്പോൾ അതിൻ്റെ പുൽത്തൊട്ടിയിൽ അതിന് വേണ്ടിയതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവും. രാവിലെ കന്നുകാലികളെയൊക്കെ അഴിച്ച് പാടത്തേക്ക് ഒക്കെ തീറ്റുവാനും വെള്ളം കുടിക്കാനും ഒക്കെ കൊണ്ടുപോകുമ്പോൾ അത് സന്തോഷത്തോടെ പോകും. എന്നാൽ തിരിച്ചു വരുമ്പോൾ അതിൽ പരം സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. കാരണം ആ പുൽത്തൊട്ടിയിൽ അതിന് വൈകിട്ട് അല്ലെങ്കിൽ തിരിച്ചു വന്ന ശേഷം കഴിക്കാനുള്ള ആഹാര പദാർത്ഥം ഉണ്ടാകും എന്ന് അതിൻ്റെ യഥാർത്ഥ യജമാനൻ അവിടെ കരുതി വെച്ചിട്ടുണ്ടാവുന്നുള്ള വലിയ വിശ്വാസമുണ്ട് ഈ നമ്മൾ വളർത്തുന്ന ഈ മൃഗങ്ങൾക്ക്, പശുക്കൾക്ക് അല്ലെങ്കിൽ പോത്തുകൾക്ക്, അങ്ങനെയുള്ള നമ്മൾ വളർത്തുന്ന കാലികൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. കാരണം ആ പുൽത്തൊട്ടിയിൽ അതിന് വൈകിട്ട് ക്ഷീണം അകറ്റുവാൻ, വിശ്രമിക്കുവാൻ തക്കവണ്ണം അതിന് പോഷകാഹാരങ്ങൾക്കുള്ള ആഹാരം അവിടെ ഉണ്ടാവും. ഇത് വലിയൊരു സന്ദേശമാണ്. കാരണം ഇതുപോലെയാണ് യേശു തമ്പുരാൻ നമ്മുടെ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പുൽത്തൊട്ടിയിൽ നമ്മളെ കരുതുന്ന യേശു തമ്പുരാൻ പുൽത്തൊട്ടിയിൽ വന്നപ്പോൾ കാലികൾക്ക് അവിടെ ആഹാരം കരുതുന്നുവെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ആഹാരം കരുതുന്നവനാണ് ആ യേശു തമ്പുരാൻ, യേശു കുഞ്ഞ് എന്നുള്ള അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ സമാധാനം ആണ് യേശു തമ്പുരാൻ, യേശു കുഞ്ഞ് ജനിച്ചതോടെ ഈ ലോകത്തിന് ആശയം കൊടുത്തതെങ്കിലും ഇപ്പോൾ സമാധാനമില്ലായ്മയുടെ ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും കൊറോണ പോലുള്ള വൈറസുകൾ നമ്മളെ കാർന്നു തിന്നുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ അനേകം പേരുടെ ജീവൻ പൊലിഞ്ഞുപോയി. ഇപ്പോൾ അറിയാൻ കഴിയുന്നു, മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും അറിയുവാൻ കഴിയുന്നു, മാരകമായ ജനിതക മാറ്റം വന്ന വൈറസ് ഉണ്ടാകുന്നുണ്ട്. സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ സമാധാനത്തിൻ്റെ ആ സന്ദേശത്തിന് യഥാർത്ഥമായിട്ടുള്ള ഒരു സമയം വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, ഈ ഒരുമയുടെ ഈ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും മറ്റുള്ള പല കാര്യങ്ങളുടെയും പേരിൽ നമ്മൾ തല്ലി തകരുമ്പോൾ അല്ലെങ്കിൽ അകലുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നാൽ, നമ്മൾ ഒരുമയുടെ ഒന്നാണ് നമ്മളെല്ലാവരും. ഇന്ത്യയും ലോകവും, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും നമ്മൾ ഒന്നാണ്, ഒരൊറ്റ ജനതയാണ് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ഈ ക്രിസ്മസിൻ്റേതായ ദിനത്തിൽ നമുക്ക് നൽകുവാൻ സാധിക്കും. അതാണ് ഞാനിവിടെ ഈ നമ്മുടെ അടുത്തുള്ളവരെ കൂട്ടി ഇവിടെ ഇങ്ങനെയൊരു ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൻ്റെ ആ സമയമനുസരിച്ച് ഞാനിങ്ങനെ കൂട്ടുവാൻ എനിക്ക് സാധിച്ചത്. കാരണം ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ നമ്മളെ ഈ മാരകമായിട്ടുള്ള വൈറസുകൾ നമ്മളെ കാർന്നു തിന്നുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. പുതിയ 2021 വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ഐക്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം പുതിയ വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും പുതുവത്സരത്തിൽ എല്ലാവർക്കും, നല്ലവരായ നാട്ടുകാർക്കും, ഈ കൂടി വന്നിരിക്കുന്നവർക്കും, ഈ പ്രദേശത്തിനും കേരളത്തിനും ഇന്ത്യക്കും, ഈ കർഷകരുടെ സമരം നയിക്കുന്ന ആ കൊടും തണുപ്പിൽ സമരം നയിക്കുന്ന അവർക്കും ഐക്യദാർഢ്യവും ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടും, ഒപ്പം അവർക്കെല്ലാം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും പുതുവർഷം പിറക്കുമ്പോൾ നമുക്ക് കർഷകർക്ക് വലിയ സമാധാനത്തിൻ്റെ സന്ദേശം കിട്ടും എന്നും ദൈവത്തിൻ്റെ മുമ്പാകെ ആശ്രയിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് കുമാർ പുതുവത്സരാശംസകൾ നേർന്നു. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസിലൂടെ നമ്മൾ ആഘോഷിക്കാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഇന്ന് മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയൊക്കെ പേരിൽ വിഭിന്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹവും, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ടവനും
ദരിദ്രനും വീണ്ടും വീണ്ടും പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ നാട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിലെ സകലമാന ജനങ്ങൾക്കും തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള കർത്താവിൻ്റെ സന്ദേശം, ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ത്യാഗത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ ഒത്തൊരുമിച്ച് ജീവിച്ചു പോകാനും നമ്മുടെ സമൂഹത്തിലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാനുമുള്ള ആ യേശുനാഥൻ്റെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ദിനമാകട്ടെ ഈ ക്രിസ്മസ് എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകൾക്കും സമ്പൽ സമൃദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന നാളുകളിൽ നല്ല ഒരു ഉന്നമനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് തുടർന്ന് ക്രിസ്തുമസ് കേക്കും മുറിച്ച് വിതരണം ചെയ്തു.